നമ്മൾ ഭയങ്കര ഒരു കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റിയൊരു അന്തരീക്ഷം നമ്മുടെ ED മിസ്റ്റി ഹിൽസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ 2 ഫ്ലാറ്റ് കൂടെ ഈ ഭിത്തി പൊട്ടിച്ച് ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് വലിയ ഫ്ലാറ്റാണ്. ഇപ്പോൾ ഇത് എനിക്ക് 1550 സ്ക്വയർ ഫീറ്റ് വന്നിട്ടാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 3600 സ്ക്വയർ ഫീറ്റിൽ വലിയ രീതിയിലൊക്കെ ഫർണിഷൊക്കെ ചെയ്യാം. പിന്നെയും വിചാരിച്ച് നമുക്ക് വേണ്ട, വീടിനകത്ത് ഒരുപാട് അഹങ്കാരം കാണിക്കണ്ട, വീട് താമസിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് കംഫർട്ടാവുന്ന രീതിയിൽ ചെയ്യുക, വണ്ടിക്കകത്ത് അഹങ്കാരം കാണിക്കുക, പോകുന്നിടത്തൊക്കെ വില കിട്ടുമല്ലോ, വീടും ബുക്ക് എടുത്തോണ്ട് എല്ലായിടത്തും. അതെ അതെ, നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ കൊല്ലത്ത് പോയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും വലിയ വീടാണെങ്കിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പാടാം. ചെറിയ വീടാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര മെയിൻറ്റെയിനാ. ഞാൻ 2 ദിവസം കൊണ്ട് ഇവിടെ റോബോട്ട് ഉണ്ട്, ഏതാ ക്ലീൻ ചെയ്യാൻ. എന്തുവാ എടി ഒരു വാക്യൂം പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുവാ, വാക്കം പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുവല്ല, അത് പിടിച്ചോണ്ട് നടക്കുവാ. അതാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഇവിടെ ഒരു റോബോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിൽപ്പന തിരിച്ചെടുത്തിരിക്കുന്നു. ആ വാക്കുകളിൽ നിന്ന് ഞാൻ വിറ്റിട്ടില്ല. എന്നിട്ട് റോബോ എന്ത് ചെയ്യേ? ഉണ്ട്. അത് ക്ലീൻ ചെയ്യുന്നുണ്ടോ? അതും അഖിലേട്ടനും കൂടിയാണോ ഇപ്പൊ? അത് ക്ലീൻ ചെയ്യും. അല്ല മേളിലുള്ള പൊടിയൊക്കെ പിടിക്കണ്ടേ, ഞാനും ഇടയ്ക്ക്. എനിക്കറിയത്തില്ലടി, ആ പണിക്കാരെങ്ങാനും ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കീഴിൽ കൂടെ വാക്യൂം എടുത്തോണ്ട് നടക്കും. അവരൊന്ന് കാണിക്കണമല്ലോ ഞാനാ പണി ചെയ്യുന്നുണ്ടെന്ന്. ഇന്നലെ ഞങ്ങള് വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോ അഖിലേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വണ്ടി തന്നില്ല മിനി കൂപ്പർ ഓടിക്കാൻ. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല, എനിക്കിവിടെ വണ്ടിയുമില്ല, അതുകൊണ്ട് റെസ്പോൺസിബിൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വണ്ടി തരാന്ന് പറഞ്ഞാണല്ലോ. ചോദിക്കാം എന്താ എനിക്ക് വണ്ടി ഇന്നലെ തരാന്ന് ഞാൻ ചോദിക്കാം. വണ്ടി ഓടിക്കാൻ കൊടുക്കണോന്ന്? എന്താ ഭാര്യ ഓടിക്കുന്ന വണ്ടി? ഓ മൈ ഗോഡ്, അങ്ങ് ബ്ലഷ് ചെയ്ത് അങ്ങ് ചുമന്ന് എനിക്ക് അങ്ങ് വയ്യ. വണ്ടി കയറ്റെന്ന് പറഞ്ഞാൽ രാത്രിയിലെ എന്തെല്ലാം വിഷയം അതുകൊണ്ടാ പേടിച്ചിട്ടാ. അത് ഞാൻ ജാഗോറ എടുത്തോണ്ട് വന്നിട്ട് മൂവാറ്റുപുഴ പോയിട്ട് മറ്റേ മിനി എടുത്തോണ്ട് ഞാൻ പോയില്ലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് സെറീനെ ഫ്ലാറ്റിൽ വിട്ടിട്ട് മൂവാറ്റുപുഴ പോയില്ല? വണ്ടിയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അടുത്തതായിട്ട് ഏത് വണ്ടി എടുക്കാനാണ്? നീ എന്തിനാ അത് പോന്നു? ഇത് പറ. മിനി കൂപ്പർ പോയിട്ട് ഒരു വണ്ടി പോലും ഡ്രൈവ് ചെയ്ത് തന്നിട്ടില്ല. ഒരു ഡ്രൈവിന് പോയിട്ടുണ്ടോ? ഡ്രൈവിന് പോയിട്ടുണ്ടോ? അപ്പൊ ഈ ഫ്ലാറ്റിന് ഒരു 10 കോടി രൂപ ആണെന്ന് ഇങ്ങനെ അശരീരി എവിടേക്കോ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റാ, ഞാൻ കേട്ടായിരുന്നു അങ്ങനെയൊക്കെ ഫേസ്ബുക്കില്. അതെ, ഇവരൊക്കെ ഇങ്ങനെ പലതും പറയാം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ എത്രയായി ഈ ഒരു കോസ്റ്റ് മേടിക്കാനും ഇന്റീരിയർ ചെയ്യാനും മൊത്തത്തിൽ ഓൾ ടുഗദർ? പൈസ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഭയങ്കര പൈസ ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു 1 കോടി രൂപയൊക്കെയാണ് എല്ലാം കൊടുക്കും.